ഹലോ, ഇന്ന് നമ്മൾ നോക്കാൻ പോണ സോഷ്യൽ മീഡിയ ഉപയോഗിച്ച് എങ്ങനെ കസ്റ്റമേഴ്സിനെ കണ്ടെത്താം, എങ്ങനെ നമ്മുടെ സെയിൽ വർദ്ധിപ്പിക്കാം എന്നുള്ളതാണ്. എൻ്റെ ഒരു മെത്തേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, സോഷ്യൽ മീഡിയയിൽ ഞാൻ പല രീതിയിൽ പല മാർക്കറ്റിംഗ് രീതികൾ പരീക്ഷിച്ച് നോക്കിയിട്ടുണ്ട്. ഏറ്റവും ബെസ്റ്റ് എന്ന് എനിക്ക് തോന്നുന്ന കാര്യമാണ് ഈ വീഡിയോയിൽ ഞാൻ പറയണത്. അതായത് നമുക്ക് സെയിൽ കിട്ടണം. അൾട്ടിമേറ്റ്ലി നമ്മുടെ ബിസിനസ് ചെയ്യുന്ന എല്ലാവരുടെയും ഗോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെയിൽ ജനറേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് സെയിൽ കിട്ടണം. വെറുതെ പരസ്യം കൊടുത്തിട്ട് കാര്യമില്ല. പരസ്യം കൊടുത്ത് ഒരുപാട് പേര് എൻക്വയറി നടത്തിയിട്ട് മാത്രം കാര്യമില്ല. അത് കൺവേർഷൻ നടക്കണം. എന്നാലാണ് നിങ്ങൾക്ക് സെയിൽ വരെയും നിങ്ങൾക്ക് വരുമാനം വരെയും ചെയ്യുള്ളൂ. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസാണ് പറയണത്. ഓരോ സ്റ്റെപ്പും ഞാൻ കൃത്യമായിട്ട് പറയും. ഇത് നിങ്ങൾ കൃത്യമായിട്ട് ഫോളോ ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് സെയിൽ വർദ്ധിച്ചിരിക്കും. ഞാൻ ഈ മെത്തേഡിന് പേരിട്ടേക്കുന്നത് ATS മെത്തേഡ് എന്നാണ്. ATS എന്ന് പറയാനുള്ള കാരണം, എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം നമ്മുടെ പൊട്ടൻഷ്യൽ കസ്റ്റമറെ അട്രാക്റ്റ് ചെയ്യണം. രണ്ടാമത്തേതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ട്രസ്റ്റ് ബിൽഡിംഗ് ആണ്. ട്രസ്റ്റ് ബിൽഡ് ചെയ്യണം. മൂന്നാമത്തേതാണ് സെല്ലിങ്. ഇത് ഈ ഒരു ഇതിൽ പോയില്ലെങ്കിൽ ആദ്യം അട്രാക്റ്റ് ചെയ്യുക, പിന്നെ ട്രസ്റ്റ് ബിൽഡ് ചെയ്യുക, ശേഷം സെല്ല് ചെയ്യുക. ഈ ഒരു മെത്തേഡിൽ പോയില്ലെങ്കിലുള്ള പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ ഫേസ് ചെയ്യാൻ പോണത്, നിങ്ങൾ പരസ്യം കൊടുക്കും, അല്ലെങ്കിൽ എന്തെങ്കിലും മാർക്കറ്റിംഗ് ആക്ടിവിറ്റീസ് നിങ്ങൾ ചെയ്യും. കുറച്ച് പേര് എൻക്വയറി നടത്തും, പക്ഷേ വില കേട്ടതിന് ശേഷം അവർ പോകും. അത് വില കുറഞ്ഞതാണെങ്കിലും കൂടിയതാണെങ്കിലും ഒരുപാട് സംരംഭകർ ഫേസ് ചെയ്യണ ഒരു പ്രശ്നമാണ്. പ്രത്യേകിച്ച് ഹൈലി കോമ്പറ്റീറ്റീവ് ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റോ സർവീസോ ആണ് നിങ്ങൾ കൊടുക്കണമെങ്കിൽ ഇത് സ്ഥിരമായിട്ട് നിങ്ങൾ ഫേസ് ചെയ്യും ഇത്തരം പ്രോബ്ലം. അപ്പോൾ ഇതിനുള്ള സൊല്യൂഷനാണ് ഈ ATS മെത്തേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അത് ഞാൻ പരീക്ഷിച്ച് വിജയം കണ്ടതാണ്. ആദ്യം നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, സോഷ്യൽ മീഡിയ എന്താണെന്ന് മനസ്സിലാക്കുക എന്നുള്ളതാണ്. സോഷ്യൽ മീഡിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ബിസിനസ് ചെയ്യാനുള്ള പ്ലാറ്റ്ഫോമല്ല, പ്രൊഡക്റ്റും സർവീസും വിൽക്കാനുള്ള പ്ലാറ്റ്ഫോമല്ല. സോഷ്യൽ മീഡിയ ആളുകൾ ഉപയോഗിക്കുന്നത് എൻ്റർടൈൻമെൻറ്റിന് വേണ്ടിയിട്ടാണ്. അവർ പാട്ട് കേൾക്കാൻ, മറ്റ് ന്യൂസ് കാണാൻ, അതുപോലെ പല ഓരോരുത്തരുടെ എൻ്റർടൈൻമെൻറ്റ് എന്താണോ അതിന് വേണ്ടിയിട്ടാണ് സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നത്. അപ്പോൾ സോഷ്യൽ മീഡിയ എന്താണെന്ന് ആദ്യം മനസ്സിലാക്കുക എന്നുള്ളതാണ്. നമുക്ക് പ്രൊഡക്റ്റും സർവീസും വിൽക്കാനുള്ള പ്ലാറ്റ്ഫോം അല്ല സോഷ്യൽ മീഡിയ, അതിനും കൂടി ഉപയോഗിക്കുന്നു എന്ന് മാത്രം. അപ്പം പറഞ്ഞു തന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ആളുകളെ എൻ്റർടൈൻ ചെയ്യിക്കുന്ന രീതിയിലുള്ള കണ്ടൻറ്റുകൾ ക്രിയേറ്റ് ചെയ്യുക. ഒന്നാമത്തെ മെത്തേഡ് അതാണ്. ഇല്ലെങ്കിൽ എന്താ പ്രശ്നം എന്ന് പറഞ്ഞാൽ, പരസ്യമാണെന്ന് മനസ്സിലായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ആരും അതിൽ ഇൻട്രസ്റ്റഡ് ആകില്ല. മോഡേൺ പരസ്യങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് പരസ്യമാണെന്ന് നമ്മളുടെ സോഷ്യൽ മീഡിയ വ്യൂവേഴ്സിന് തോന്നരുത്. ഇതേപോലെ ഡിസൈൻ ചെയ്യുക നമ്മൾ. എന്നിട്ടാണ് നമ്മളുടെ പൊട്ടൻഷ്യൽ കസ്റ്റമറെ നമ്മൾ അട്രാക്റ്റ് ചെയ്യേണ്ടത്. ഇനി പൊട്ടൻഷ്യൽ കസ്റ്റമറെ അട്രാക്റ്റ് ചെയ്യാൻ നേരത്ത് നമ്മളോട് ഇൻട്രസ്റ്റ് പ്രകടിപ്പിച്ച ആളുകളെയാണ് നമ്മൾ ലീഡ് എന്ന് പറയാറ്. പൊട്ടൻഷ്യൽ കസ്റ്റമർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഇപ്പം നിങ്ങൾ വിൽക്കുന്ന അത്ലറ്റിക് ഷൂസാണെന്ന് വിചാരിക്കാം. ഷൂസാണ്, സ്പോർട്സിനൊക്കെ ഉപയോഗിക്കുന്ന ഷൂസാണ് വെക്കുന്നത്. അപ്പോൾ അത് വാങ്ങാൻ തയ്യാറായിട്ടുള്ള എല്ലാവരും പൊട്ടൻഷ്യൽ കസ്റ്റമറാണ്. ലീഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മളുടെ ആ പ്രൊഡക്റ്റിനോട് ഇൻട്രസ്റ്റ് പ്രകടിപ്പിച്ച ആളുകളെയാണ് നമ്മൾ ലീഡ് എന്ന് പറയുന്നത്. അവർ താല്പര്യം പ്രകടിപ്പിച്ചിട്ടുണ്ട് നമ്മളുടെ ഇതിനോട്. അപ്പോൾ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ഈ ലീഡിനെ ഉണ്ടാക്കുക എന്നുള്ളതാണ്. ലീഡ് ജനറേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അതിന് നമ്മൾ ഉപയോഗിക്കേണ്ടത് എന്തെങ്കിലും ഒരു ലീഡ് ജനറേറ്ററാണ്. ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങളിപ്പോൾ സെല്ല് ചെയ്യണത് ഹെൽത്ത് ഇൻഷുറൻസ് ആണെന്ന് വിചാരിക്കുക. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമ്മൾ ലീഡ് ജനറേറ്റ് ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, സോഷ്യൽ മീഡിയയിൽ ഞാൻ ഹെൽത്ത് ഇൻഷുറൻസ് വെക്കുന്നുണ്ട്, അതുകൊണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ഞങ്ങളെ കോൺടാക്റ്റ് ചെയ്യുക, അങ്ങനെ പറഞ്ഞിട്ടല്ല. അത് ഡയറക്റ്റ് പരസ്യം. ആദ്യം പറഞ്ഞത് ഓർക്കണം. അത് കണ്ടാൽ തന്നെ മനസ്സിലാവും ഇതൊരു പരസ്യമാണെന്നുള്ളത്. ഡയറക്റ്റ് പരസ്യമാണത്. അപ്പോൾ പരസ്യമല്ല എന്ന് തോന്നിക്കുന്ന രീതിയിലായിരിക്കണം നമ്മളുടെ കണ്ടൻറ്റുകൾ. ഇപ്പോൾ ഒരു ഉദാഹരണം, ഹെൽത്ത് ഇൻഷുറൻസിനെ പറ്റിയിട്ട് കസ്റ്റമേഴ്സിന് ഒരുപാട് സംശയങ്ങളുണ്ട്. അതിലേതെങ്കിലും ഒരു സംശയം നമ്മൾ മാറ്റി കൊടുത്തിട്ടായിരിക്കണം ലീഡ് ജനറേറ്റ് ചെയ്യേണ്ടത്. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, ഹെൽത്ത് ഇൻഷുറൻസ് എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? സൗജന്യമായിട്ടുള്ള ക്ലാസ്. അപ്പോൾ ഈ ഹെൽത്ത് ഇൻഷുറൻസ് എടുക്കുന്നതിന് മുമ്പുള്ള ഈ സൗജന്യ ക്ലാസ്സാണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ ഈ സൗജന്യ ക്ലാസ്സാണ് നമ്മളുടെ ലീഡ് ജനറേറ്റർ. അപ്പോൾ കസ്റ്റമറെ സംബന്ധിച്ചിടത്തോളം എന്താണ്? ഇത് സൗജന്യമാണ്, കസ്റ്റമർക്കൊന്നും നഷ്ടപ്പെടാനില്ല. നമ്മൾ ഇത് ഉപയോഗിക്കണത് എന്തിനാണ്? ബിസിനസ് ഇത് ഉപയോഗിക്കണത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആ പൊട്ടൻഷ്യൽ കസ്റ്റമേഴ്സിൻ്റെ ആ പൂളുണ്ടല്ലോ, വലിയ പൂളിൻ്റെ അകത്ത് ആർക്കൊക്കെയാണ് ഇതിനോട് ഇൻട്രസ്റ്റ് ഉള്ളതെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്.
അപ്പോൾ അവർ കൈപൊക്കും, സൗജന്യമായിട്ടുള്ളതായതുകൊണ്ട് കൈപൊക്കും. അപ്പോൾ സൗജന്യമായിട്ടുള്ളൊരു ക്ലാസ്, ഇതാണ് നമ്മളുടെ ലീഡ് ജനറേറ്റർ. ആർക്ക്? ഇൻഷുറൻസ് ആണ് നിങ്ങൾ സെല് ചെയ്യണമെങ്കിൽ. അപ്പോൾ ധാരാളം പേര് ഇൻട്രസ്റ്റഡ് ആയിട്ട് നമ്മളെ കോൺടാക്റ്റ് ചെയ്യും. അവർക്കെല്ലാം ഈ സൗജന്യമായിട്ടുള്ള ക്ലാസ് പ്രൊവൈഡ് ചെയ്യുക. വാട്സപ്പ് ഗ്രൂപ്പുകളിൽ നിങ്ങൾ സൗജന്യമായിട്ടുള്ള ക്ലാസ് പ്രൊവൈഡ് ചെയ്യുക. ഇവിടെയാണ് ATS മെത്തേഡിൻ്റെ, ATS മെത്തേഡിൻ്റെ രണ്ടാമത്തെ സെഗ്മെൻറ്റ് വന്നത്. ആദ്യത്തത് അട്രാക്റ്റ് ചെയ്യുക എന്നുള്ളതാണ്. ATS എന്ന് അത് ഓർത്തിരിക്കുക. അട്രാക്റ്റ് ചെയ്തു. എന്ത് വെച്ചിട്ടാണ്? ഒരു ലീഡ് ജനറേറ്റർ വെച്ചിട്ട് നമ്മൾ അട്രാക്റ്റ് ചെയ്തു. ഇൻഷുറൻസ് എടുക്കുന്നതിന് മുമ്പ് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, ഇതുമായി ബന്ധപ്പെട്ടൊരു സൗജന്യ ക്ലാസ് നമുക്ക് പ്രൊവൈഡ് ചെയ്യാം, വാട്സപ്പിൽ പ്രൊവൈഡ് ചെയ്യാം. അപ്പോൾ ആളുകൾ വാട്സപ്പിൽ കോൺടാക്റ്റ് ചെയ്യുന്നു. നിങ്ങൾ അവർക്ക് ഈ സൗജന്യ ക്ലാസ് നിങ്ങളുടെ വാട്സപ്പ് ഗ്രൂപ്പ്, നിങ്ങളുടെ ബിസിനസ്സിന് വേണ്ടിയിട്ടുള്ള വാട്സപ്പ് ഗ്രൂപ്പിലാണ് ഇത് പ്രൊവൈഡ് ചെയ്യേണ്ടത്. അപ്പോൾ എല്ലാവരും വാട്സപ്പ് ഗ്രൂപ്പിലേക്ക് കൊണ്ടുവന്നതിന് ശേഷം നിങ്ങൾ ഈ സൗജന്യ ക്ലാസ് പ്രൊവൈഡ് ചെയ്യുക. ഇനിയാണ് ATS മെത്തേഡിൻ്റെ രണ്ടാമത്തത്, അതായത് ട്രസ്റ്റ് ബിൽഡിങ്. ഓൺലൈനിൽ പ്രൊഡക്റ്റും സർവീസും വാങ്ങണോ വേണ്ടേ എന്ന് കസ്റ്റമർ തീരുമാനിക്കേണ്ട ആ ഡിറ്റർമിനിങ് ഫാക്ടറാണ്. ആ തീരുമാനം എടുക്കാൻ കസ്റ്റമറെ ഹെൽപ്പ് ചെയ്യണ ഒരു കാര്യമാണ് ട്രസ്റ്റ് വർത്തി ആയിട്ടുള്ള ആളാണോ എന്ന് അവർ ചെക്ക് ചെയ്യും. ഇപ്പം നമ്മളൊരു വെബ്സൈറ്റ് തുടങ്ങി അതിലൊരു പ്രൊഡക്റ്റ് ഇട്ട് കഴിഞ്ഞാൽ ഒരു പക്ഷേ ആളുകൾ വാങ്ങില്ല. എന്നാൽ അതേ പ്രൊഡക്റ്റ് തന്നെ ഇതിനേക്കാൾ വില കൂടുതൽ ആമസോണിൽ കണ്ടു കഴിഞ്ഞാൽ അവർ അത് വാങ്ങും. അതെന്താണ് കാരണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആമസോണിനോട് അവർക്കൊരു ട്രസ്റ്റ് ഉണ്ട്. ഇൻ കേസ് പ്രൊഡക്റ്റ് ഇഷ്ടപ്പെട്ടില്ലെങ്കിലും റിട്ടേൺ ചെയ്യാലോ എന്ന് കരുതിയിട്ടാണ് അവരത് ആമസോണിൽ നിന്ന് വാങ്ങണം. അപ്പം ഓൺലൈനിൽ ട്രസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയൊരു ഘടകമാണ്. അപ്പോൾ ട്രസ്റ്റ് ബിൽഡിങ്ങിൻ്റെ രണ്ടാമത്തെ സ്റ്റേജിലേക്ക് നമ്മൾ കിടക്കണം. ആദ്യം നമ്മൾ ലീഡ് ജനറേറ്റ് ചെയ്തു, അതിന് ഒരുപാട് ആളുകൾ കൈപൊക്കി. നിങ്ങളുടെ ഫ്രീ ക്ലാസ്, ഇൻഷുറൻസ് വാങ്ങുന്നതിന് മുമ്പുള്ള ഫ്രീ ക്ലാസ്സിന് അവർ കൈപൊക്കി, അവരെ വാട്സപ്പിൽ എത്തിക്കുന്നു, വാട്സപ്പ് ഗ്രൂപ്പുകളിൽ എത്തിക്കുന്നു. ശേഷം നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് അവർക്ക് വാല്യൂ പ്രൊവൈഡ് ചെയ്തുകൊണ്ടിരിക്കുക. ഇപ്പോൾ ഈ ഇൻഷുറൻസുമായി ബന്ധപ്പെട്ട് ഒരുപാട് പ്രശ്നങ്ങൾ നടക്കുന്നുണ്ട്. ഇപ്പോൾ നിങ്ങളുടെ കയ്യിലുള്ള ഇൻഷുറൻസ് അതിനുള്ള സൊല്യൂഷനാണെന്ന് വിചാരിക്കുക. നിങ്ങൾ ഏതെങ്കിലും ഒരു പ്രത്യേക കമ്പനിയുടെ ഇൻഷുറൻസ് ആയിരിക്കുമല്ലോ സെല് ചെയ്യണത്. അപ്പോൾ നിങ്ങളുടെ കമ്പനിയിൽ ആ വക പ്രശ്നങ്ങളൊന്നുമില്ല. ഇപ്പോൾ ഇത്ര പ്രായം ആയിട്ടുള്ളവർക്ക് ഇന്ന പ്രശ്നങ്ങളുണ്ട്, ഇൻഷുറൻസിൽ ഫുൾ കവറേജ് കിട്ടില്ല. അങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ഇൻഷുറൻസിനെ പറ്റി നിങ്ങൾ നിങ്ങളുടെ പൊട്ടൻഷ്യൽ കസ്റ്റമേഴ്സിനെ, ആ ലീഡ്സിനെ എഡ്യൂക്കേറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ ഒരു അതോറിറ്റി അവിടെ ബിൽഡാവേണം. നിങ്ങളൊരു ഇൻഷുറൻസുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് കോണ്ടാക്റ്റ് ചെയ്യാൻ പറ്റിയൊരു ട്രസ്റ്റ് വർത്തി ആയിട്ടുള്ള ഒരാളായിട്ട് മാറുകയാണ് നിങ്ങൾ. ഈ ട്രസ്റ്റ് ബിൽഡിങ് നടന്നതിന് ശേഷം മാത്രമാണ് സെല്ലിങ്ങിലേക്ക് കടക്കാവുള്ളൂ. അങ്ങനെ കടന്നാലാണ് നിങ്ങൾക്ക് മാക്സിമം കൺവേർഷൻ ഉണ്ടാവുള്ളൂ, മാക്സിമം ആളുകൾ നിങ്ങളുടെ അടുത്തുനിന്ന് വാങ്ങിക്കുള്ളൂ. ATS ലാസ്റ്റാണ് സെല്ലിങ് അവസാന ഭാഗത്ത് നടക്കേണ്ട കാര്യമാണ്. ATS എന്ന് പറഞ്ഞാൽ അതാണ്. ആദ്യം അട്രാക്റ്റ് ചെയ്യുന്നു, ട്രസ്റ്റ് ബിൽഡ് ചെയ്യുന്നു, സെല്ല് ചെയ്യുന്നു. സാധാരണ ആളുകൾ സോഷ്യൽ മീഡിയയിൽ എന്താ ചെയ്യണമെന്ന് അറിയൂ? AS മെത്തേഡാണ്. അതായത് അട്രാക്റ്റ് ചെയ്യുന്നു, സെല്ല് ചെയ്യുന്നു. ട്രസ്റ്റ് ബിൽഡിങ് നടന്നിട്ടില്ല. അതുകൊണ്ടാണ് പല സമയത്തും നിങ്ങളുടെ അടുത്തുനിന്ന് വില ചോദിച്ചിട്ട് അവർ പിന്നീട് റിപ്ലൈ തരാത്തതിൻ്റെ ഒരു കാരണം ഇതാണ്. കാരണം കസ്റ്റമർക്ക് അറിയില്ല നിങ്ങളെ ട്രസ്റ്റ് ചെയ്യാൻ പറ്റുമില്ല എന്നുള്ളത്. അപ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് ഇവരെ നർച്ചർ ചെയ്തുകൊണ്ടിരിക്കണം, പാകപ്പെടുത്തിയെടുക്കുക. നമ്മളൊരു കർഷകനെ പോലെ ചിന്തിക്കുക. അതായത് ഒരു മാസം കഴിഞ്ഞ് ഈ കസ്റ്റമർക്ക് എന്തായാലും സാലറി കിട്ടുമ്പോൾ ഒരു ഇൻഷുറൻസ് എടുക്കണമെന്ന് ഈ കസ്റ്റമർ വിചാരിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ വരാനിരിക്കുന്ന ഒരു മാസം ആ കസ്റ്റമർ ലേണിംഗ് സ്റ്റേജിലായിരിക്കും, പഠിച്ചുകൊണ്ടിരിക്കുകയാണ് ഇൻഷുറൻസിനെ പറ്റി എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം. അപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന ആ ടൈമിൽ കസ്റ്റമേഴ്സ് കൺഫ്യൂസ്ഡാണ്, അവർക്കറിയില്ല. കൺഫ്യൂസ്ഡ് ആയിട്ടിരിക്കുന്ന ഒരാൾ ഒരിക്കലും പർച്ചേസ് ചെയ്യില്ല. ഇതെടുക്കണോ അതെടുക്കണോ മറ്റെടുക്കണോ എന്താണെന്നൊരു കൺഫ്യൂഷനിൽ നിൽക്കുകയാണ്, എവിടെ എന്ത് ചെയ്യണമെന്ന് അറിയില്ല. അപ്പോഴാണ് നിങ്ങൾ നിങ്ങളുടെ ലീഡ് ജനറേറ്ററുമായിട്ട് വരുന്നത്. ഇൻഷുറൻസ് എടുക്കുന്നതിന് മുമ്പ് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, ഇന്ന കാര്യങ്ങളൊക്കെ അറിഞ്ഞില്ലെങ്കിൽ നിങ്ങൾ കുഴിയിൽ ചാടും. അതുകൊണ്ട് ഞങ്ങളുടെ സൗജന്യ ക്ലാസ്സിൽ പങ്കെടുക്കുക. അപ്പോൾ അവർ കൈപൊക്കും. കാരണം ലേണിംഗ് സ്റ്റേജിലാണല്ലോ അവർ. അടുത്ത മാസമായിരിക്കും അവർ ഇത് പർച്ചേസ് ചെയ്യുക. അപ്പോൾ ഈ ഒരു മാസത്തിൻ്റെ ഇടയ്ക്ക് നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് വാല്യൂ പ്രൊവൈഡ് ചെയ്തുകൊണ്ടിരിക്കുക. അതെന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ATSലെ രണ്ടാമത്തെ സെഗ്മെൻറ്റ് ട്രസ്റ്റ് ബിൽഡിങ്ങിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇങ്ങനെ ട്രസ്റ്റ് ബിൽഡ് ചെയ്തതിന് ശേഷമാണ് നമ്മളുടെ ഇൻഷുറൻസിന് അവരുടെ മുമ്പിൽ മെയിൻ ഓഫർ എന്ന് പറയും. നമ്മളുടെ ആ എത്രയാണോ അതിൻ്റെ ചാർജും കാര്യങ്ങളും എങ്ങനെയൊക്കെയാണോ, അതിപ്പോൾ പ്രൊഡക്റ്റ് ആണെങ്കിൽ പ്രൊഡക്റ്റ്, സർവീസ് ആണെങ്കിൽ സർവീസ്, അത് പറഞ്ഞിട്ട് സെല്ലിങ്ങിലേക്ക് കിടക്കേണ്ട, ഡയറക്റ്റ് സെല്ലിങ്ങിലേക്ക്. ഈ സ്റ്റേജിൽ വെച്ചിട്ട് നിങ്ങൾക്ക് ഡയറക്റ്റായിട്ട് അവരോട് കാര്യം പറയാം. ഇപ്പോൾ അത്ലറ്റിക് ഷൂസ് വെക്കുന്ന ഒരാളാണെങ്കിൽ ഇന്നതൊക്കെയാണ് ഞങ്ങളുടെ മോഡൽ, ഈ പേയ്മെൻറ്റ് ലിങ്കിൽ കയറി പേയ്മെൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ അഡ്രസ്സും കൂടി കൊടുത്തു കഴിഞ്ഞാൽ
ഒരാഴ്ചക്കുള്ളിലോ 3 ദിവസത്തിനുള്ളിലോ പ്രൊഡക്റ്റ് നിങ്ങളുടെ വീട്ടിലെത്തും. ഇൻഷുറൻസിൻ്റെ കേസിലാണെങ്കിൽ അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതങ്ങനെ അതിൻ്റെ മറ്റ് വർക്കുകളിലേക്ക് നിങ്ങൾ കിടക്കുക. അപ്പോൾ ATS ആദ്യം അട്രാക്റ്റ് ചെയ്യുക, പിന്നീട് ട്രസ്റ്റ് ബിൽഡിങ് ചെയ്യുക, ശേഷം സെല്ലിങ് ചെയ്യുക. ഈ ഒരു മെത്തേഡ് ഫോളോ ചെയ്ത് പോകുമ്പോഴാണ് നിങ്ങൾക്ക് മാക്സിമം കൺവേർഷൻ നടക്കുന്നത്. പലപ്പോഴും നിങ്ങൾ പലരും ഒക്കെ ചെയ്തിട്ടുണ്ടാവും, സോഷ്യൽ മീഡിയയിലൊക്കെ ഡയറക്റ്റ് പരസ്യം കൊടുക്കും, ബൂസ്റ്റ് ചെയ്യും, പല ആഡുകളൊക്കെ കൊടുക്കും. ഒരുപാട് പേര് വാട്സപ്പിൽ കോൺടാക്റ്റ് ചെയ്തിട്ട് നിങ്ങളുടെ അടുത്ത് പ്രൈസും കാര്യങ്ങളൊക്കെ ചോദിക്കും. അതേപോലെ തന്നെ അവർ തിരിച്ചു പോകും. ഒരുപാട് സംരംഭകർ ഫേസ് ചെയ്യുന്ന പ്രശ്നമാണ്. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ ATS മെത്തേഡ് ബിൽഡ് ചെയ്തിട്ടുള്ളത്. അതിന് വേണ്ടിയിട്ട് ഞാൻ കംപ്ലീറ്റ് ആയിട്ടൊരു കോഴ്സ് തന്നെ തയ്യാറാക്കിയിട്ടുണ്ട്. നിങ്ങൾ പലർക്കും അതറിയാം. ചെറുകിട സംരംഭകരെ മുൻനിർത്തിയിട്ടാണ് ആ കോഴ്സ് തയ്യാറാക്കിയിട്ടുള്ളത്. കംപ്ലീറ്റ് ഇതെങ്ങനെ ചെയ്യണമെന്നുള്ളത്. കാരണം പരസ്യം കൊടുക്കുന്നതിലല്ല നമ്മളുടെ മണി ഇരിക്കുന്നത്, കൺവേർഷനിലാണ്. സെയിൽ നടക്കുമ്പോഴാണ്. എത്ര പേര് കോണ്ടാക്റ്റ് ചെയ്തു എന്നതിലല്ല കാര്യം, ആ കോണ്ടാക്റ്റ് ചെയ്തവരിൽ എത്ര പേര് കസ്റ്റമറായിട്ട് മാറി എന്നുള്ളതിലാണ്, പേയിങ് കസ്റ്റമറായിട്ട് മാറി എന്നുള്ളതിലാണ് കാര്യം. അപ്പോൾ ഇത് കൃത്യമായിട്ട് നടന്നാൽ മാത്രമാണ്, ഞാൻ ഈ പറഞ്ഞ മെത്തേഡ് കറക്റ്റായിട്ട് ഫോളോ ചെയ്താൽ മാത്രമാണ് അധിക സമയവും സെയിൽ കൂടുതൽ കിട്ടുള്ളൂ. ഇപ്പം നിങ്ങൾ ചിലപ്പോൾ പറയുമായിരിക്കും, ഇല്ല ഞാൻ ഡയറക്റ്റ് പരസ്യം കൊടുത്തിട്ട് എനിക്ക് സെയിൽ വന്നിട്ടുണ്ടല്ലോ. ഓക്കെ, അങ്ങനെയും സംഭവിക്കാറുണ്ട്. 10 പേര് വരാൻ നേരത്ത് 1-2 പേര് വാങ്ങാറുണ്ട്. എന്നാൽ ഞാൻ ഈ പറഞ്ഞ മെത്തേഡ് ഫോളോ ചെയ്യണമെങ്കിലോ 5-6 പേര് വാങ്ങിക്കും. അതാണ് ഞാൻ പറഞ്ഞത് മാക്സിമം കൺവേർഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അതെന്താണ് അങ്ങനെ? നമ്മൾ പരസ്യം കൊടുക്കാൻ നേരത്ത് അപ്പം തന്നെ അവർക്ക് അങ്ങ് വാങ്ങിക്കൂടെ? എന്തിനാണ് അവരിങ്ങനെ ഒരു മാസമൊക്കെ വെയിറ്റ് ചെയ്തിരിക്കണം? ആവശ്യമുണ്ടെങ്കിൽ അപ്പം തന്നെ അവർക്ക് അങ്ങ് വാങ്ങിക്കൂടെ? ഇവിടുത്തെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, സാധാരണ പറയാറുള്ളതെന്ന് പറയുന്നത് ദ ലാർജർ മാർക്കറ്റ് ഫോർമുല എന്ന് പറയും. ഞാനത് സൈഡിൽ കൊടുക്കാം. അതായത് ഏതൊരു ഇൻഡസ്ട്രിയിലും ഒരു 3% കസ്റ്റമേഴ്സ് മാത്രമേ ഉള്ളൂ. ആ പിരമിഡിൻ്റെ ടോപ്പ് ലെയർ ഉണ്ടല്ലോ, നിങ്ങൾക്ക് സൈഡിൽ കാണാനായിട്ട് സാധിക്കും. ഏതൊരു ഇൻഡസ്ട്രിയിലും 3% ആളുകൾ മാത്രമാണ് നമ്മളുടെ ആ പരസ്യം കണ്ട് അപ്പം തന്നെ വാങ്ങാൻ തയ്യാറായിട്ടുള്ളത്. ബാക്കിയുള്ള എല്ലാവരും ലേണിംഗ് സ്റ്റേജിലോ അല്ലെങ്കിൽ ആ പ്രോബ്ലത്തെ പറ്റി കൃത്യമായിട്ട് അവെയറായിട്ടുണ്ടാവില്ല. അപ്പോൾ അവർ പഠിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും. അടുത്ത ആഴ്ചയായിരിക്കും അവർ വാങ്ങുക, അടുത്ത മാസമായിരിക്കും, സാലറി കിട്ടിയതിന് ശേഷമായിരിക്കും, ഒന്നും കൂടി ആലോചിച്ചിട്ടായിരിക്കും. അപ്പോൾ ഈ വിഭാഗം ആളുകളാണ് ഏതൊരു മാർക്കറ്റിലും ബഹുഭൂരിപക്ഷമായിട്ടുള്ളത്. അപ്പോൾ അവർ പരസ്യം കണ്ട് അപ്പം തന്നെ വാങ്ങാൻ തയ്യാറല്ല. പരസ്യം കാണുമ്പോൾ അവർ എൻക്വയറി ചെയ്തേക്കാം. അതെന്തിൻ്റെ ഭാഗമായിട്ടാണ്? അവരാ പഠിക്കണതിൻ്റെ ഭാഗമായിട്ടാണ് അവർ എൻക്വയറി ചെയ്തേക്കണം. വാങ്ങാൻ വേണ്ടി എൻക്വയറി ചെയ്തേക്കണം അല്ല, അത് ആ പഠനത്തിൻ്റെ ഭാഗമായിട്ടുള്ള എൻക്വയറിയാണ്. കാരണം അവർക്കറിയില്ല ഏത് വാങ്ങണമെന്നുള്ളത്. അപ്പോൾ അവരെല്ലാവരെയും കോണ്ടാക്റ്റ് ചെയ്യും. അതുകൊണ്ടാണ് പലപ്പോഴും പരസ്യത്തിൽ നമുക്ക് ചിലപ്പോൾ തോന്നി ഇവർ വാങ്ങാൻ തയ്യാറല്ലെങ്കിൽ പിന്നെ എന്തിനാണ് പരസ്യത്തിൽ ക്ലിക്ക് ചെയ്ത് ഇവർ നമ്മളെ കോണ്ടാക്ട് ചെയ്തത്? നമ്മൾ വിലയും എല്ലാ കാര്യങ്ങളും അവിടെ പറഞ്ഞിട്ടുണ്ടല്ലോ, പിന്നെ വെറുതെ എന്തിനാണ് അത് ക്ലിക്ക് ചെയ്ത് നമ്മുടെ കാശ് അവർ വെറുതെ കളഞ്ഞെന്ന് തോന്നും. അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അവർ ആ ഒരു ലേണിംഗ് സ്റ്റേജിലാണെന്നുള്ളത് സോഷ്യൽ മീഡിയയുടെ അൽഗോരിതത്തിന് മനസ്സിലായി. അതുകൊണ്ടാണ് സോഷ്യൽ മീഡിയ ആ പരസ്യം അവരുടെ മുമ്പിലെത്തിച്ചത്. ഈ പരസ്യം അവരുടെ മുമ്പിലെത്തിച്ചത് അതുകൊണ്ടാണ്. ഇന്ന് തന്നെ വാങ്ങുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഇല്ല. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പല കാരണങ്ങളായിരിക്കാം. 2-3 ആഴ്ച കഴിഞ്ഞ് വാങ്ങുന്നവരുണ്ടാവാം. ഇപ്പം എൻ്റെ കോഴ്സിൽ തന്നെ 6 മാസങ്ങൾക്ക് ശേഷം പങ്കെടുത്ത ആളുകളുണ്ട്. അവർ കാര്യങ്ങൾ എൻക്വയറി എല്ലാം ചെയ്തു പോയി. ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് അവർക്ക് വാല്യൂ പ്രൊവൈഡ് ചെയ്തു. 6 മാസങ്ങൾക്ക് ശേഷമാണ് അവർ കോഴ്സിൽ പലപ്പോഴും പങ്കെടുക്കാറ്. ഈ 6 മാസം എടുത്തോ ഒരു ഡിസിഷന് വേണ്ടിയിട്ട്? ചിലരങ്ങനെയാണ്. എന്താ ചെയ്യുക? നമുക്ക് കസ്റ്റമറുടെ ബിഹേവിയർ ഓരോരുത്തരെയും ചെന്ന് മാറ്റാനായിട്ട് സാധിക്കില്ല. കസ്റ്റമർ ബിഹേവിയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മിസ്റ്ററിയാണ്. അപ്പോൾ നമ്മളത് അഡ്ജസ്റ്റ് ചെയ്ത് പോകാമെന്നുള്ളതാണ് ഒരു നല്ല സംരംഭകൻ ചെയ്യേണ്ട കാര്യം. അപ്പോൾ കറക്റ്റായിട്ട് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഈ ലാർജർ മാർക്കറ്റ് ഫോർമുലയിൽ 3% ആളുകൾ മാത്രമേ ഉള്ളൂ പരസ്യം കണ്ട് അന്ന് തന്നെ വാങ്ങാൻ റെഡി ആയിട്ടുള്ളൂ. അതായത് ഹോട്ട് സ്റ്റേജിൽ നിൽക്കുന്ന ആളുകൾ. ഈ 3% വേണ്ടിയിട്ടാണ് നിങ്ങളും നിങ്ങളുടെ മറ്റ് കോമ്പറ്റീറ്റേഴ്സും എല്ലാം പരസ്യം റൺ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ആ 3% കസ്റ്റമേഴ്സിൻ്റെ എണ്ണം വളരെ കുറവാണ്. കാരണം എല്ലാവരും കോമ്പറ്റ് ചെയ്യണത് ഈ 3% വേണ്ടിയിട്ടാണ്. നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, തൊട്ട് താഴേക്ക് ഇറങ്ങുക. ഒരു 20%, 17% എന്നുള്ള തൊട്ട് താഴേക്ക് നിങ്ങൾ ഇറങ്ങുക. അവിടെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ലേണിംഗ് സ്റ്റേജിൽ നിൽക്കുന്നത് 13% ഉണ്ട്.
17% വരും. ഇതൊക്കെ ഒരു അപ്രോക്സിമേറ്റ് ഇത് പറയുന്നതാണ്. കൃത്യം അത് തന്നെയാണോ എന്ന് വെച്ചാൽ അങ്ങനെയല്ല, ഒരു ഇത് പറയുന്നതാണ്, പഠനങ്ങളിലൂടെ കിട്ടിയേക്കണെയാണ്, അതല്ല അപ്രോക്സിമേറ്റ് പറയണതാണ്. അപ്പോൾ 13 വലുതാണല്ലോ 17, 20. അവിടെ എന്ന് പറഞ്ഞാൽ ആ പൂളിൽ ഒരുപാട് എണ്ണം കസ്റ്റമേഴ്സ് ഉണ്ട്. ഈ 17 സെഗ്മെൻറ്റിലും 20 സെഗ്മെൻറ്റിലും ഒരുപാട് എണ്ണം ഉണ്ട്. കാരണം 3% വലുതാണ് 17%, 20%. അവിടെയാണ് നമ്മൾ കൂടുതൽ കൺവേർഷൻ നമുക്ക് കിട്ടണത്. കാരണം നമ്മൾ ടാർഗറ്റ് ചെയ്യണത് ലീഡ് ജനറേറ്ററിലൂടെ നമ്മൾ ടാർഗറ്റ് ചെയ്തേക്കണത് ഈ 17%-നെയും തൊട്ട് താഴെയുള്ള 20%-നെയാണ്. അപ്പം ഇങ്ങനെ ചെയ്യാൻ നേരത്ത് നിങ്ങളുടെ കോമ്പറ്റീറ്റേഴ്സ് എല്ലാം മുകളിലുള്ള 3%-ന് വേണ്ടി മത്സരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് തൊട്ട് താഴെയുള്ള 17-നെയും 20-നെയാണ് നിങ്ങൾ ടാർഗറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ കൂടുതൽ സെയിൽ ആർക്കാണ് വരാമെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നിങ്ങൾക്കാണ് വരിക. കാരണം ഈ മെത്തേഡ് ഫോളോ ചെയ്യുന്നതിൻ്റെ ഗുണം അതാണ്. ട്രസ്റ്റ് ബിൽഡിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ ഘടകമാണ് ഓൺലൈനിൽ മാത്രമല്ല, പുറത്തും ഇതൊരു ഘടകം തന്നെയാണ്. ഒരു ഷോപ്പിൽ വന്ന് നമ്മളൊരു സാധനം വാങ്ങിക്കാൻ നേരത്ത് ഇൻ കേസ് കംപ്ലയിൻറ്റ് വന്നാലും ആ ഷോപ്പിലേക്ക് കൊണ്ടുപോയി തിരിച്ചു കൊടുക്കാം. കാരണം കുറേ കാലങ്ങളായിട്ട് ആ ഷോപ്പ് അവിടെ ഇരിക്കണം, നമ്മൾ കാണുന്നതാണ്. എന്തെങ്കിലും പ്രശ്നം വന്നാൽ അവരെ കോൺടാക്ട് ചെയ്താൽ മതി. ഇതേപോലെ തന്നെ ഓൺലൈനിൽ നമുക്കൊരു ഫിസിക്കൽ ഒരു ലൊക്കേഷനോ കാര്യങ്ങളോ ഒന്നുമില്ലല്ലോ. നിങ്ങൾ എവിടെയോ ഇരുന്ന് എന്തൊക്കെയോ സെല്ല് ചെയ്യുന്നു, ദൂരദേശത്തുള്ള ഒരാൾ നിങ്ങളെ കോൺടാക്ട് ചെയ്യുന്നു. അപ്പോൾ അവർക്ക് ഓടി ഒരു ഷോപ്പിലേക്ക് വരുന്നു, അവരുടെ തൊട്ട് ജംഗ്ഷനിലുള്ള ഒരു തൊട്ട് സിറ്റിയിലുള്ള ഒരു ഷോപ്പിൽ വന്ന പോലെ നിങ്ങളെ കോൺടാക്ട് ചെയ്യാൻ പറ്റില്ലല്ലോ. നിങ്ങളെങ്ങാനും അവരുമായിട്ടുള്ള ഫർദർ കമ്മ്യൂണിക്കേഷൻ സ്റ്റോപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അവരുടെ കാശ് ചിലപ്പോൾ പോകും. അപ്പോൾ ഇതൊക്കെ പേടിച്ചിട്ട് നല്ല ട്രസ്റ്റ് വർത്തി ആയിട്ടുള്ള ആളുകളിൽ നിന്നായിരിക്കും ട്രസ്റ്റ് ആയിട്ടുള്ള ആളുകളിൽ നിന്നായിരിക്കും വാങ്ങാൻ അവർ തയ്യാറാകുള്ളൂ. അപ്പോൾ ഇത് കൃത്യമായിട്ട് നിങ്ങൾ ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് സെയിൽ കൂടും. ഞാനത് വളരെ ക്ലിയറായിട്ട് പറയണത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് പേരുടെ കാശ് നഷ്ടം വരുന്നുണ്ട്. പല സ്ഥലങ്ങളിൽ പരസ്യം കൊടുത്ത് കാശ് നഷ്ടം വരുന്നുണ്ട്. പലരുടെയും വിചാരം പരസ്യം കൊടുക്കണേല കാശിരിക്കണേന്ന്. അങ്ങനെയല്ല, കൺവേർഷനിലാണ്. 5 പേര് വരുമ്പോൾ 2 പേര് വാങ്ങിക്കണം. 5 പേര് വരുമ്പോൾ നമ്മുടെ അടുത്ത് നിന്ന് 2 പേരെങ്കിലും വാങ്ങിയാലാണ് നമുക്ക് അതുകൊണ്ട് ആ ഒരു പരസ്യം കൊണ്ട് ബെനിഫിറ്റ് ഉണ്ടാവുള്ളൂ. ഇനി പരസ്യം കൊടുക്കാൻ നമ്മൾ പഠിച്ചില്ലെങ്കിൽ ഉള്ള പ്രശ്നം എന്താ, മാർക്കറ്റിംഗ് ചെയ്യാൻ നമ്മൾ വിസമ്മതിച്ച് നിന്നുള്ള പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബിസിനസ് ഒരു മുരടിച്ച് പോകും. അതായത് ഒരു പ്രത്യേക സ്റ്റേജിൽ വെച്ച് അത് അങ്ങ് സ്റ്റക്കാവും. അതിനപ്പുറത്തേക്ക് കടക്കാൻ പറ്റില്ല. ഇങ്ങനെ റൂഫിൽ ഇടിച്ച് തട്ടി എന്തൊക്കെ ചെയ്താലും നമുക്കത് തട്ടി ഇങ്ങനെ നിൽക്കും. നമുക്ക് എഫിഷ്യൻസിയുടെ ഭാഗമൊക്കെ ആയിട്ട് കോസ്റ്റ് കുറയ്ക്കലും പല കാര്യങ്ങളൊക്കെ ചെയ്യാം, പക്ഷെ അതിനൊക്കെ ലിമിറ്റേഷൻ ഉണ്ട്. അൾട്ടിമേറ്റ്ലി പുതിയ വിഭാഗം കസ്റ്റമേഴ്സ് നമ്മളുടെ ബിസിനസ്സിലേക്ക് കടന്നു വന്നാൽ മാത്രമാണ് ആ ബിസിനസ് വളരുള്ളൂ. അപ്പോൾ എപ്പോഴും നമ്മളുടെ മാർക്കറ്റ് ഇങ്ങനെ എക്സ്പാൻഡ് ചെയ്ത് കൊണ്ടുവരിക എന്നുള്ളതാണ് നമ്മളുടെ ഗോള്. അതിൻ്റെ ഭാഗമായിട്ട് എപ്പോഴും നമ്മൾ പുതിയ വിഭാഗം കസ്റ്റമേഴ്സിനെ കണ്ടെത്തിക്കൊണ്ടിരിക്കണം. ഇങ്ങനെ നമ്മൾ കണ്ടെത്തുമ്പോഴാണ് നമുക്ക് സെയിൽ നല്ല രീതിയിൽ വർദ്ധിക്കുന്നത്. എനിക്ക് തോന്നുന്നത് ഏകദേശം ഒരു വർഷത്തിൻ്റെ അടുത്തായി ഞാനിത് പറയണം. കോഴ്സിൽ പങ്കെടുത്തവർക്കെല്ലാം അത് യൂസ്ഫുൾ ആയിട്ടുണ്ട്. അപ്പോൾ കൃത്യമായിട്ട് നിങ്ങൾ ഇത് ചെയ്യുക. കാരണം കസ്റ്റമേഴ്സ് അപ്പോൾ തന്നെ വാങ്ങാൻ തയ്യാറല്ല, അത് നിങ്ങൾ മനസ്സിൽ ഉറപ്പിച്ചേക്കുക. ചിലരെല്ലാം കുറച്ച് കഴിഞ്ഞിട്ടായിരിക്കും വാങ്ങിക്കുക. അപ്പോൾ അതുവരെ കസ്റ്റമർ എന്നാണോ ഒരു പ്രൊഡക്റ്റ് വാങ്ങണം എപ്പോഴാണെന്ന് അറിയൂ, അവരെപ്പോഴാണോ വാങ്ങാൻ തയ്യാറാകുന്നത് അപ്പോഴാണ്. നിങ്ങളെപ്പോഴാണ് സെല്ല് ചെയ്യാൻ റെഡിയാവുന്നത് ആ ടൈമിലല്ല. നിങ്ങൾ സെല്ല് ചെയ്യാൻ റെഡിയാണ്, പക്ഷേ അവർ വാങ്ങാൻ തയ്യാറല്ല. അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ മാർക്കറ്റ് റെഡി ആയിട്ടില്ല, അവർക്ക് എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ അവർ വാങ്ങാൻ റെഡിയാകുന്ന സമയത്ത് നിങ്ങൾ അവിടെ ഉണ്ടാകുക എന്നുള്ളതാണ് സീക്രട്ട്. അപ്പോൾ ഈ ഒരു മെത്തേഡ് നിങ്ങൾ കൃത്യമായിട്ട് ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങളുടെ സെയിൽ വർദ്ധിക്കും. നിങ്ങൾക്ക് ഈ കാര്യങ്ങൾ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് വിശദമായിട്ട് പഠിക്കണമെന്നുണ്ടെങ്കിൽ എൻ്റെ കോഴ്സിൽ പങ്കെടുക്കാം. ഈ കോഴ്സ് തയ്യാറാക്കിയേക്കണ സ്മോൾ ബിസിനസ് ഓണേഴ്സിന് വേണ്ടിയിട്ടും അതുപോലെ തന്നെ ബിസിനസ്സിലേക്ക് ഇറങ്ങാൻ നിൽക്കുന്ന ആളുകളുണ്ടല്ലോ, ഉറപ്പിച്ചു ബിസിനസ്സിലേക്ക് ഇറങ്ങാൻ എന്തായാലും തീരുമാനം എടുത്തു കഴിഞ്ഞു. കാരണം നിങ്ങൾക്കും ആദ്യ സമയത്ത് ഏറ്റവും കൂടുതൽ വേണ്ടത് സെയിലാണ്. മാക്സിമം നമ്പർ ഓഫ് കസ്റ്റമേഴ്സിനെ കണ്ടെത്തുക എന്നുള്ളതാണ്. കാരണം തുടക്കത്തിലുള്ളൊരു ബിസിനസ്സിന് ഒരുപാട് ചാലഞ്ചുകളുണ്ട്. മാർക്കറ്റിങ്ങിൽ നിങ്ങൾ ഫോക്കസ് ചെയ്യുക തുടക്ക സമയത്ത്. അതാകുമ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ബിസിനസ്സിലേക്ക് ഒരു ക്യാഷ് ഫ്ലോ വന്നുകൊണ്ടിരിക്കും. എല്ലാം പെർഫെക്റ്റ് ആക്കിയിട്ട് ഇറങ്ങാൻ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് ഇറങ്ങാനായിട്ട് സാധിക്കില്ല. അപ്പോൾ ഈ കോഴ്സിലേക്ക് മാക്സിമം ആളുകൾ പങ്കെടുക്കുക. നിങ്ങൾക്ക് ഈ മെത്തേഡ് പഠിക്കണം, സോഷ്യൽ മീഡിയയിലൂടെ കസ്റ്റമറെ കണ്ടെത്താൻ ആഗ്രഹമുണ്ടെങ്കിൽ. എന്തുകൊണ്ട് സോഷ്യൽ മീഡിയ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ മാർക്കറ്റിങ്ങിൻ്റെ ഹിസ്റ്ററി എടുത്തു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും. ആദ്യം പ്രിൻ്റ് മീഡിയയിലൂടെയായിരുന്നു നമ്മൾ പരസ്യങ്ങൾ കൊടുത്തത്.
എന്തുകൊണ്ടാണ് അവിടെ പരസ്യം കൊടുത്തതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആളുകളുടെ ശ്രദ്ധ അതിലാണ്. മാഗസീൻസിലും പത്രത്തിലും കഥകളിലും നോവലിലും ഒക്കെ ആയിരുന്ന ആളുകൾ ശ്രദ്ധ കേന്ദ്രീകരിച്ചുകൊണ്ടിരുന്നത്. അവരുടെ എൻ്റർടൈൻമെൻറ്റ് എന്ന് പറഞ്ഞാൽ പണ്ട് കാലത്ത് അതൊക്കെയായിരുന്നു. പിന്നീട് മിലിറ്ററി ആപ്ലിക്കേഷന് വേണ്ടിയിട്ട് റേഡിയോയുടെ കണ്ടുപിടുത്തം നടന്നു. റേഡിയോ വേവ്സിൻ്റെ കണ്ടുപിടുത്തവും കാര്യങ്ങളും ടെക്നോളജി എല്ലാം വികസിച്ചു. പിന്നീട് റേഡിയോ വഴിയായി ആളുകളുടെ എൻ്റർടൈൻമെൻറ്റ്, അതിലെ പാട്ട്, മറ്റ് പ്രോഗ്രാമുകൾ. അപ്പോൾ ആ കാലത്തെ നല്ല മാർക്കറ്റേഴ്സ് ചിന്തിച്ചു ആളുകളുടെ ശ്രദ്ധ പ്രിൻ്റ് മീഡിയയിൽ നിന്ന് കുറേയൊക്കെ റേഡിയോയിലോട്ട് മാറിയിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ നമുക്ക് റേഡിയോയിൽ പരസ്യം കൊടുക്കാം, ആ പ്രോഗ്രാമിൻ്റെ ഇടയ്ക്ക് നമ്മുടെ ഒരു പരസ്യം കൊടുക്കാം. കാരണം ആളുകൾ എവിടെയാണോ ശ്രദ്ധ കൊടുക്കുന്നത് അവിടെയാണ് നമ്മൾ പരസ്യം കൊടുക്കേണ്ടത്. അതുകൊണ്ട് റേഡിയോയിലേക്ക് കൊടുത്തു. പിന്നീട് അത് കഴിഞ്ഞപ്പോൾ ടി വിയിലേക്കായി, പിന്നെ അത് കളർ ടി വി, പല പല ചാനലുകളായി. ഇപ്പോൾ നിലവിൽ വന്നു നിൽക്കുന്നത് ഒരു വലിയ വിഭാഗം ആളുകളുടെ ശ്രദ്ധ സോഷ്യൽ മീഡിയയിലുണ്ട്. ഒരു 3-4 സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ സ്പ്രെഡ് ചെയ്ത് കിടക്കുകയാണ് നമ്മളുടെ നാട്ടിലെ ആളുകളുടെ ശ്രദ്ധ. ഈ ആളുകളാണ് നമ്മളുടെ പൊട്ടൻഷ്യൽ കസ്റ്റമേഴ്സ്. ഇന്നല്ലെങ്കിൽ നാളെ നമുക്ക് പേയ്മെൻറ്റ് തന്ന് നമ്മളുടെ പ്രൊഡക്റ്റോ സർവീസോ വാങ്ങാനുള്ള ആളുകളാണ് അവർ. അപ്പോൾ അവരിലേക്ക് എത്താമെന്നുള്ളതാണ്. അതുകൊണ്ടാണ് സോഷ്യൽ മീഡിയ ഉപയോഗിക്കാൻ പറയുന്നത്. നമ്മളുടെ ഇന്നത്തെ മോഡേൺ ഇതിൽ ഏറ്റവും നല്ല രീതിയിൽ മാർക്കറ്റിംഗ് ചെയ്യാൻ പറ്റുന്നത് സോഷ്യൽ മീഡിയയിലൂടെയാണ്. മറ്റു പല മാർഗ്ഗങ്ങളും ഉണ്ട്. പക്ഷേ ഒരു സ്മോൾ ബിസിനസ് ഓണറെ സംബന്ധിച്ചിടത്തോളം സോഷ്യൽ മീഡിയ കുറച്ചും കൂടി എഫക്റ്റീവാണ്, വയബിളായിട്ട് ചെയ്യാൻ പറ്റും അത് ചെയ്യേണ്ട രീതിയിൽ ചെയ്ത് കഴിഞ്ഞാൽ. അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പഠിക്കണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ താഴെ ഡിസ്ക്രിപ്ഷനിൽ എൻ്റെ വാട്സപ്പ് ഗ്രൂപ്പ് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ആ ഗ്രൂപ്പിൽ അംഗമാവാം. ഇതുപോലുള്ള ബിസിനസ് വിശേഷങ്ങളുമായിട്ട് വീണ്ടും വരാം. താങ്ക് യു ഫോർ വാച്ചിങ്.